അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായണ പാരായണം 4-ാം ദിവസം. അയോധ്യാകാന്ഡം. രാജ്ഞി കൈകേയി ദശരഥ മഹാരാജാവിനോട് വരം ആവശ്യപ്പെടുന്നു. ദശരഥ കൈകേയി മംഗല്യവേളയിൽ കൈകേയിയുടെ താതനും കേകയ രാജാവുമായ അശ്വപതി മകൾക്ക് കൂനിയായ ഒരു തോഴിയെ കൂട്ടിനയച്ചിരുന്നു. മന്ധര എന്നാണ് അവളുടെ പേര്. യഥാർത്ഥത്തിൽ രാവണ നിഗ്രഹത്തിനൊരു കാരണമാകുവാൻ ദേവന്മാരാൽ നിയോഗിക്കപ്പെട്ട ഒരു അപ്സരസായിരുന്നു മന്ധര. സ്ഥാനാരോഹണത്തിന് തലേനാൾ സായാഹ്നത്തിൽ മന്ധര കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ താഴെ അലങ്കരിക്കപ്പെട്ട വീഥികളിലുടനീളം നിറഞ്ഞൊഴുകുന്ന ജനപദത്തെ കാണുവാനിടയായി. ആശ്ചര്യം പൂണ്ട മന്ധര തന്റെ അരികിൽ നിന്നിരുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു, എന്തു തന്നെയാവും ഇത്രയും വിപുലമായ ആഘോഷങ്ങൾക്ക് കാരണമായ സംഭവം? കൗസല്യ എന്തുകൊണ്ടാണ് ഇത്രയും സന്തുഷ്ടയായി ബ്രാഹ്മണർക്ക് ഇത്രയേറെ സമ്മാനങ്ങൾ വർഷിക്കുന്നത്? രാമന്റെ ആയയായിരുന്ന ആ സ്ത്രീ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു, നീ അറിഞ്ഞില്ലേ, നാളെ പുഷ്യനക്ഷത്ര രാശി ആരോഹണ പദത്തിൽ എത്തുകയാണ്. ആ ശുഭമുഹൂർത്തത്തിൽ ദശരഥ മഹാരാജാവ് രാമനെ സിംഹാസനാവകാശിയാക്കി അവരോധിക്കുവാൻ പോകുന്നു. ഈ അപ്രതീക്ഷിത വാർത്ത മന്ധരയുടെ അസൂയാകലുഷിതമായ ഹൃദയത്തിൽ തുളച്ചുകയറി. മഹാരാജാവ് ചതിയാണ് ചെയ്യുന്നതെന്ന സംശയവുമായി മന്ധര ഉടൻ തന്നെ കൈകേയിയെ സമീപിച്ചു. യജമാനത്തിയുടെ ശയനമുറിയിൽ കയറിയ മന്ധര അവിടെ കൈകേയി ഒരു മഞ്ചത്തിൽ ശാന്തസുന്ദരമായി വിശ്രമിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതം കൂറി. കർക്കശസ്വരത്തിൽ മന്ധര ശകാരം തുടങ്ങി. വിഡ്ഢി പെണ്ണെ, എഴുന്നേൽക്ക്! അത്യാപത്തിന്റെ പ്രളയജലം നിന്നെ വലയം ചെയ്തു തുടങ്ങിയത് നീ കാണുന്നില്ലേ? നിന്റെ ഭർത്താവിന്റെ മധുരവചനങ്ങളിൽ നീ ഇത്രയേറെ മയങ്ങിപ്പോയോ? നിന്റെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഈ വത്സനം കേട്ട് കൈകേയി സ്തബ്ധയായിപ്പോയി. അവൾ ചോദിച്ചു, എന്താണ് കാര്യം? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഈ നിഷ്കളങ്ക ചോദ്യങ്ങൾ മന്ധരയുടെ കോപാഗ്നിയെ ഒന്നുകൂടി ജ്വലിപ്പിക്കുകയാണ് ചെയ്തത്. ഭൃത്യയായിരുന്നെങ്കിലും മന്ധര വാക്സാമർത്ഥ്യത്തിൽ മുൻപന്തിയിലായിരുന്നു. രാമനിൽ നിന്ന് കൈകേയിയുടെ മനസ്സിനെ അകറ്റുകയും അവിടെ കടുത്ത നൈരാശ്യം കുത്തിനിറയ്ക്കുകയുമായിരുന്നു മന്ധരയുടെ ഉദ്ദേശ്യം. അതനുസരിച്ച് അവൾ അതിസമർത്ഥമായി വാക്കുകൾ പ്രയോഗിച്ചു. നിനക്കറിയില്ലേ, നിന്റെ ഭർത്താവ് രാമനെ കിരീടാവകാശിയാക്കുവാൻ നിശ്ചയിച്ച കാര്യം? അദ്ദേഹം വിശ്വാസവഞ്ചനയാണ് കാണിക്കുന്നതെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? നിന്നോട് മധുരതരമായി പെരുമാറുന്നു. അതേസമയം ഭരതനെ ദൂരേക്കയച്ചിട്ട് സ്വന്തം പ്രിയപുത്രനെ യുവരാജാവായി വാഴിക്കുവാൻ പോകുന്നു. രാമൻ ചക്രവർത്തിയായാൽ നീ ദുരിതക്കടലിൽ മുങ്ങിത്താഴും. മാത്രമല്ല, നിന്റെ മകനായ ഭരതനും സർവനാശമായിരിക്കും സംഭവിക്കുക. കൈകേയി, നിന്റെ പുത്രൻ മാത്രമല്ല, ഈ ഞാനും നിന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നിന്റെ ഭാഗ്യം എന്റെയും ഭാഗ്യമാണെന്നതുപോലെ നിന്റെ നിർഭാഗ്യവും എന്റേതു കൂടിയാണ്. ഇനിയും വൈകാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ നിന്നോട് യാചിക്കുകയാണ്. നിന്നെയും നിന്റെ പുത്രനെയും രക്ഷിക്കുവാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കൂ. തന്റെ ഭൃത്യയുടെ വാക്കുകൾ ശ്രവിച്ച കൈകേയി അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, മന്ധരെ,
രാമന്റെ സ്ഥാനാരോഹണം അറിഞ്ഞ് ഞാൻ അത്യധികം ആഹ്ലാദവതിയായിരിക്കുന്നു. കൗസല്യപുത്രനായ രാമനും എന്റെ പുത്രനായ ഭരതനും തമ്മിൽ ഒരു വ്യത്യാസവും നാളിതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ സന്തോഷവാർത്ത ആദ്യമായി അറിയിച്ച നിനക്ക് സമ്മാനമായി ഈ വിശിഷ്ടാഭരണം ഞാൻ നൽകുന്നു. ഇനിയും ഞാൻ തരാം, എന്തു വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളുക. ഈ മറുപടിയോടൊപ്പം വിലമതിക്കാനാവാത്ത ഒരു ആഭരണവും കൈകേയി മന്ദരയുടെ കയ്യിൽ വെച്ചുകൊടുക്കുകയും ചെയ്തു. എന്നാൽ മന്ദര അതിനെ അവജ്ഞാപൂർവം തിരസ്കരിക്കുകയും പൂർവാധികം ക്രോധത്തോടെ സംസാരം തുടരുകയും ചെയ്തു. അതിഭീകരമായ ഒരു ആപത്ത് അരികത്തണഞ്ഞിരിക്കെ നിനക്കിത്രയും സന്തോഷവതിയായിരിക്കുവാൻ എങ്ങനെ കഴിയുന്നു? ഇതെന്നെ ആശ്ചര്യസ്തബ്ധയാക്കുന്നു. മഹാരാജാവ് ഭരതനെ മറികടന്ന് രാമനെ കിരീടാവകാശിയാക്കാൻ പോകുന്നു എന്നത് നിനക്ക് എത്ര അപമാനകരമാണ്. നീ എന്നും വിശ്വസിച്ചിരുന്നു നീയാണ് അദ്ദേഹത്തിന്റെ പ്രാണപ്രേയസിയെന്ന്. എന്നാൽ ഇപ്പോൾ സത്യം വെളിപ്പെട്ടില്ലേ? കൗസല്യയാണ് അദ്ദേഹത്തിന്റെ ആരാധ്യ പത്നി. നിനക്കതിൽ ഒട്ടും തന്നെ അപമാനം തോന്നുന്നില്ലേ? നീ പറയുന്നു നീ സന്തുഷ്ടയാണെന്ന്. പക്ഷേ രാമൻ രാജാവാകുന്നതോടെ കൗസല്യയുടെ ഭാവിയാണ് ശോഭനമാകുക. മാത്രമല്ല നീ അവരുടെ ദാസിയും ഭരതൻ രാമന്റെ അടിമയുമായിത്തീരും. കൂനിയായ ദാസി അത്രയും മോശപ്പെട്ട ഒരു പ്രവചനം നടത്തിയതിലുള്ള നീരസം മറച്ചുവെക്കാതെ തന്നെ കൈകേയി പ്രതികരിച്ചു. മന്ധരെ, നിങ്ങൾക്ക് ഈ വിധം സംസാരിക്കുവാൻ എങ്ങനെ കഴിയുന്നു? സർവഗുണ സമ്പന്നൻ തികഞ്ഞ ദാനശീലനുമാണ് രാമൻ. എന്റെ ഭർത്താവിന്റെ അനന്തരാവകാശിയാകാൻ എന്തുകൊണ്ടും യോഗ്യനും പ്രാപ്തനും സീമന്തപുത്രനായ രാമൻ തന്നെയാണ്. മാത്രമല്ല 100 വർഷം ഭരിച്ചു കഴിഞ്ഞാൽ രാമൻ തീർച്ചയായും സന്തോഷപൂർവം രാജഭരണം ഭരതനെ ഏൽപ്പിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. സ്വന്തം മാതാവിന് നൽകുന്നതിനേക്കാൾ ശ്രദ്ധാപൂർവമായ സേവനങ്ങളാണ് ഇളയമ്മയായ എനിക്ക് അവൻ നൽകുന്നത്. അതിനാൽ രാമന്റെ ഉദ്ദേശ്യശുദ്ധിയെക്കുറിച്ച് എനിക്ക് യാതൊരു ദുശങ്കകളുമില്ല. മാത്രമല്ല രാമൻ എന്റെ മകനേക്കാൾ കീർത്തിമാനുമത്രേ. അല്ലെങ്കിൽ സിംഹാസനത്തിലിരിക്കുന്നത് രാമനായാൽ എന്ത്, ഭരതനായാൽ എന്ത്? രാമൻ സ്വസഹോദരന്മാർ 3 പേരെയും സ്വന്തം പ്രതിരൂപങ്ങളായി മാത്രമല്ലേ കാണുന്നുള്ളൂ. കൈകേയിയുടെ ഈ വിധത്തിലുള്ള പ്രതികരണം മന്ധരയുടെ ആദിയെ ഒന്നുകൂടെ വളർത്തി. അവൾ അലറുവാൻ തുടങ്ങി. വിഡ്ഢി! രാമൻ ഒരിക്കലും നിന്റെ സാമ്രാജ്യം ഭരതന് വിട്ടുകൊടുക്കുവാൻ പോകുന്നില്ല. ഭാവിയിൽ അവന് ജനിക്കുന്ന മകനായിരിക്കും അവനത് നൽകുക. മാത്രമല്ല രാജാവായ ഉടൻ തന്നെ രാമൻ ഭരതനെ നാടുകടത്തുകയോ വധിക്കുക പോലുമോ ചെയ്യുവാൻ സാധ്യതയുണ്ട്. ഭരതനെ ഒഴിവാക്കിയാൽ പിന്നെ രാമന് എതിരാളികൾ ആരും ഉണ്ടാവില്ലല്ലോ. കൈകേയി, ഞാൻ നിനക്ക് സ്വബോധമുണ്ടാക്കി തരുവാൻ ശ്രമിക്കുന്നു. നീയോ സപത്നിയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നു. കൗസല്യ നിന്റെ എതിരാളിയാണെന്നത് തന്നെ ഭരതന്റെ ഭാവി അപകടത്തിലാവാൻ ഒരു കാരണമല്ലേ? ആ കേവല സത്യം പോലും നിനക്ക് മനസ്സിലാകുന്നില്ലേ? സൗന്ദര്യത്താലും യൗവനത്താലും ഭർത്താവിന്റെ സ്നേഹം ഏറ്റവും അധികം അനുഭവിക്കുന്ന നിന്നോട് രാമന്റെ മാതാവായ കൗസല്യയ്ക്ക് വെറുപ്പല്ലാതെ മറ്റെന്ത് തോന്നുവാനാണ്? അതുകൊണ്ട് എന്റെ ഉപദേശം ചെവിക്കൊണ്ട് എത്രയും പെട്ടെന്ന് രാമനെ വനവാസത്തിനയച്ച് ഭരതനെ സിംഹാസനസ്ഥനാക്കുക. മന്ധരയുടെ വെറുപ്പു നിറഞ്ഞ വാക്കുകൾ മെല്ലെ മെല്ലെ കൈകേയിയുടെ ഹൃദയത്തെ വിഷലിപ്തമാക്കി തീർത്തു. അവൾക്ക് തന്റെ പുത്രൻ രാജപദവിയിലെത്തുക എന്നത് ഒരു ചിരകാല സ്വപ്നമായിരുന്നു. മാത്രവുമല്ല കൗസല്യയുടെ പട്ടമഹിഷിസ്ഥാനം അവളിൽ നീരസവും അസൂയയും ജനിപ്പിച്ചിരുന്നു താനും. മന്ധരയുടെ വാക്കുകൾ ഇളക്കിവിട്ട അസൂയയാൽ തുടുത്ത മുഖവുമായി അവൾ പ്രസ്താവിച്ചു. മന്ധരെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. രാമനെ എപ്രകാരമെങ്കിലും കാട്ടിലേക്ക് തള്ളിവിട്ട് എന്റെ ഭരതനെ രാജാവായി അഭിഷേകം ചെയ്യിക്കണം. പക്ഷേ അതിനെന്താണൊരു മാർഗം? മന്ധര മറുപടി പറഞ്ഞു. മാർഗം പണ്ടേ തന്നെ തെളിഞ്ഞു കിടക്കുന്നുണ്ട്. നീ അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് നീ എനിക്ക് വാക്കു തന്നാൽ മാത്രമേ ഞാൻ അതിന് തുനിയുകയുള്ളൂ.
മന്ധര പറയുന്നതെന്തും അതേപടി അനുസരിക്കാമെന്ന് കൈകേയി പ്രതിജ്ഞ ചെയ്തു. അനന്തരം കൂനിത്തള്ള പറഞ്ഞു തുടങ്ങി. റാണി, നീ തന്നെ എന്നോട് പണ്ടൊരിക്കൽ ചൊല്ലിയ കഥ നിനക്ക് ഓർമ്മയില്ലെന്നോ? പണ്ട് മഹാരാജാവ് ദശരഥൻ ഇന്ദ്രനു വേണ്ടി അസുരഗണങ്ങളോട് പൊരുതിയിരുന്നു. ദേവന്മാർ പരാജിതരായപ്പോൾ നിന്റെ ഭർത്താവ് അസുര തലസ്ഥാനമായ വൈജയന്ത നഗരത്തിലേക്ക് പടയെടുത്തു പുറപ്പെട്ടു. ധീരം അടരാടിയെങ്കിലും മാരകമായ മുറിവേൽക്കുകയാൽ ദശരഥൻ അസ്തപ്രജ്ഞനായി നിലംപതിച്ചു. മഹാരാജാവിനെ അനുധാവനം ചെയ്തിരുന്ന നീ അദ്ദേഹത്തെ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷിച്ച് വേണ്ട ശുശ്രൂഷകൾ ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവനും തിരിച്ചു നൽകി. തീവ്രമായ ഉപകാര സ്മരണയാൽ ദശരഥൻ നിനക്ക് 2 വരങ്ങൾ ചോദിക്കുവാനുള്ള അവകാശം നൽകി. പക്ഷേ നീ അന്നു പറഞ്ഞു ഭാവിയിൽ യഥോചിതം ചോദിച്ചുകൊള്ളാമെന്ന്. ഇപ്പോൾ ആ 2 വരങ്ങളും പ്രയോജനപ്പെടുത്തേണ്ട സമയം വന്നെത്തിയിരിക്കുന്നു. നിന്റെ മകന് രാജ്യാവകാശം വേണമെന്നത് ഒരു വരം. രാമൻ 14 വർഷം വനവാസം അനുഷ്ഠിക്കണമെന്നത് 2ാമത്തെ വരം. അത്രയും വർഷങ്ങളിലെ രാമന്റെ അസാന്നിധ്യം നിമിത്തം ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ നേടുക എന്നത് ഭരതന് നിഷ്പ്രയാസം സാധിക്കും. ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞാൽ പിന്നെ ഭരതന്റെ കിരീടാവകാശം എന്തുകൊണ്ടും സുരക്ഷിതമായിരിക്കും. അങ്ങനെ ഭരതനെ സിംഹാസനത്തിലിരുത്തുവാനും രാമനെ കാട്ടിലേക്ക് തുരത്തുവാനുമുള്ള മാർഗം വെളിപ്പെടുത്തിയ ശേഷം മന്ധര ചില സൂത്രങ്ങൾ കൈകേയിയെ പഠിപ്പിച്ചു. ആശിച്ചത് നേടുവാനുമുള്ള പ്രാവർത്തിക പാഠങ്ങൾ. അതനുസരിച്ച് മന്ധര നിർദ്ദേശങ്ങൾ നൽകി. ഇപ്പോൾ തന്നെ ക്രോധാലയത്തിലേക്ക് പോകുക. ആഭരണങ്ങളും രാജകീയ ഉടയാടകളും വലിച്ചെറിഞ്ഞ് പഴകിയതും വൃത്തിഹീനവുമായ വസ്ത്രങ്ങൾ അണിയൂ. എന്നിട്ട് വെറും നിലത്ത് കിടക്കുക. നിന്റെ ഭർത്താവ് നിന്നെ അന്വേഷിച്ചു വരുമ്പോഴേക്കും കഠിനവ്യതയാൽ കണ്ണീരൊഴുക്കുന്ന ഒരാളാണ് നീയെന്ന് അദ്ദേഹത്തിന് തോന്നണം. അദ്ദേഹം നിന്നോട് സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ നീ മൗനം പാലിക്കണം. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഇരുന്നു കൊള്ളൂ. നീ ദുഃഖിതയായിരുന്ന കാഴ്ച സഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല. നിന്നിൽ അത്രയ്ക്കും അനുരക്തനാണ് അദ്ദേഹം. അദ്ദേഹം നിന്റെ സന്തോഷത്തിനായി എന്തും ചെയ്യും. പക്ഷേ കൈകേയി, ഒരു കാരണവശാലും നീ മറക്കുവാൻ പാടില്ലാത്ത കാര്യം ഇതാണ്. നിന്റെ ഒരേയൊരു ആവശ്യം നിന്റെ മകൻ രാജാവാകണമെന്നത് മാത്രമാണ്. സ്വർണമോ ആഭരണമോ എന്ത് തന്നെ അദ്ദേഹം നൽകിയാലും നീ കോപം കൈവടിയരുത്. നിനക്ക് പണ്ട് നൽകിയ വരങ്ങൾ നിറവേറ്റി തരണമെന്ന് മാത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. മറ്റു മാർഗങ്ങളില്ലാതെ അദ്ദേഹം നിന്റെ ആഗ്രഹം നിറവേറ്റുവാൻ സന്നദ്ധനാകും. ഉടൻ തന്നെ ആവശ്യപ്പെടുക. ഭരതനെ സിംഹാസനത്തിലേറ്റണമെന്നും രാമനെ വനവാസത്തിനയക്കണമെന്നും. മന്ധരയിലൂടെ ദുഷ്ടബുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും ആകർഷണ വലയത്തിൽപ്പെട്ട കൈകേയിയുടെ ഹൃദയം ഈ പദ്ധതി കേട്ടപ്പോൾ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു. അവൾ ദാസിക്ക് ശപഥം ചെയ്തു കൊടുത്തു, ഓരോ നിർദ്ദേശവും കർശനമായി പാലിച്ചു കൊള്ളാമെന്ന്. ഭരതനെ ചക്രവർത്തിയാക്കണമെന്ന ഭ്രാന്തമായ ആവേശത്തിൽ കൈകേയിക്ക് തോന്നി മന്ധരയാണ് അവളുടെ സർവഭാഗ്യങ്ങളുടെയും ഉറവിടമെന്ന്. ഒരു ഭ്രാന്തി എന്നോണം അവൾ മന്ധരയെ സ്തുതിക്കുവാൻ തുടങ്ങി. പ്രിയ മന്ധരെ, കൂനികൾ സാധാരണ പാപികളായിരിക്കും. പക്ഷേ നീ ബുദ്ധിയും അന്തസ്സുമുള്ളവളാകുന്നു. നിന്റെ ശാരീരിക വൈകല്യം എനിക്ക് സൗന്ദര്യത്തിന്റെ പ്രതീകമായാണ് തോന്നുന്നത്. ഇളം കാറ്റിൽ ശിരസ് നമിച്ചു നിൽക്കുന്ന താമരപ്പൂവിനെയാണ് നീ ഓർമ്മിപ്പിക്കുന്നത്. അത് കാരണം നിന്റെ രൂപം തികച്ചും ആകർഷണീയമായിരിക്കുന്നു. ഭംഗിയുള്ളതും വലിപ്പമേറിയതുമായ നിന്റെ സ്തനങ്ങൾ നിന്റെ കൃശനാഭിയെ മറച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു. നിന്റെ അരക്കെട്ട് ഒതുങ്ങിയതും ഉരുക്കൾ മൃദുലവുമെത്രേ. വർണ്ണാഭയായ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ നീ ജ്വലിക്കുകയാണ്. നിന്റെ ലോലപാദങ്ങളെ വലയം ചെയ്ത് കിടക്കുന്ന ചിലമ്പകളുടെ മധുരനാദം എത്ര ഹൃദ്യമാണ്. നയതന്ത്രശാസ്ത്രം നിലനിൽക്കുന്നത് രഥചക്രകൂടം പോലെ ഉയർന്നു നിൽക്കുന്ന നിന്റെ കൂനിന്മേലാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവളെ, ഭരതൻ ചക്രവർത്തിയായി അവരോധിക്കപ്പെടുമ്പോൾ നിന്റെ കുബ്ജത്തെ ഞാൻ തനി തങ്കത്തിന്റെ മാല ചാർത്തി അലങ്കരിക്കും.
രാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ നിന്റെ കൂനിന് ഞാൻ ചന്ദനലേപനം ചെയ്യും. നിനക്ക് ഞാൻ ധാരാളം വിശിഷ്ടാഭരണങ്ങളും വസ്ത്രങ്ങളും നൽകുന്നുണ്ട്. മാത്രമല്ല മറ്റെല്ലാ കുനികളെയും ഞാൻ നിന്റെ ദാസികളാക്കി മാറ്റും. അവർ നിന്റെ പാദങ്ങൾ ഉഴിഞ്ഞു തരും. ഇതെല്ലാം മന്ദരയെ സന്തോഷിപ്പിച്ചുവെങ്കിലും അവൾ കൈകേയിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉപദേശിച്ചു. പക്ഷേ ഒന്ന് ഓർത്തുകൊള്ളൂ, ഉടനടി രാമന്റെ സ്ഥാനാരോഹണം തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പറഞ്ഞതെല്ലാം വ്യർത്ഥമാകും. ഭർത്താവിനോടുള്ള പിണക്കവും പരിഭവവും കാണിക്കാൻ മാറിക്കിടക്കാറുള്ള ക്രോധാലയത്തിലേക്ക് മന്ദര കൈകേയിയെ നയിച്ചു. അന്നേരവും മന്ദര കൈകേയിയുടെ കോപാഗ്നി ആളിക്കത്തിക്കുവാൻ വേണ്ടതെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഈ കളിയിൽ നീ ജയിച്ചില്ലെങ്കിൽ ഭരതന്റെ ഭാവി എന്താകുമെന്ന് സദാ ഓർക്കുക. ഒന്നുകിൽ വിജയം, അല്ലെങ്കിൽ ഉപവാസ മരണം എന്ന് ദൃഢനിശ്ചയമെടുക്കുക. തത്സമയം രാമന്റെ സിംഹാസനാരോഹണത്തിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ദശരഥൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി. തന്റെ യൗവനയുക്തയും അതിസുന്ദരിയുമായ ഭാര്യയോട് ഉള്ള അഭിനിവേശത്തോടെ കൈകേയിയുടെ ശയനഗേഹത്തിലേക്ക് കടന്ന ദശരഥൻ അവളെ കാണാഞ്ഞ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അവൾ ക്രോധാലയത്തിലാണെന്ന്. പരിഭ്രാന്തനായി ദശരഥൻ കൊട്ടാരത്തിന്റെ ഇടനാഴികളിലൂടെ വേഗേന നടന്നു. അവസാനം ക്രോധാലയത്തിലെത്തിയ ദശരഥൻ അത്ഭുത സ്തബ്ധനായിപ്പോയി. അവിടെ വെറും നിലത്ത് സ്വർഗത്തിൽ നിന്നും നിലംപതിച്ച ഒരു അപ്സരസ്സിനെ പോലെ കൈകേയി കിടക്കുന്നു. അവൾക്ക് ചുറ്റും ചിന്നിച്ചിതറിയ ആഭരണങ്ങളും ഉടയാടകളും. സ്വന്തം ജീവനേക്കാൾ ദശരഥൻ സ്നേഹിച്ചിരുന്നത് സൗന്ദര്യവും യൗവനവും അനുഗ്രഹിച്ച കൈകേയിയെയായിരുന്നു. നിലത്ത് കിടന്നുരുണ്ട് ഏങ്ങലടിക്കുന്ന പ്രാണപ്രേയസിയെ കണ്ട ദശരഥന്റെ ഉള്ളുപിടഞ്ഞു. മുട്ടുമടക്കി നിന്ന് കൈകേയിയുടെ മുഖം തലോടി അദ്ദേഹം ആരാഞ്ഞു. പ്രിയപ്പെട്ടവളെ, എന്താണിത്? നിന്റെ വ്യഥയ്ക്ക് കാരണമെന്താണ്? നാം നിന്നെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നതാണോ? സപത്നികളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായോ? ആരാനും നിന്നെ അപമാനിച്ചുവോ? നമുക്കെത്രയും പ്രിയപ്പെട്ടവളെ, നാം നിന്റേതു മാത്രമല്ലേ? നിനക്കിഷ്ടമില്ലാത്തതൊന്നും നാം ഒരിക്കലും ചെയ്യുകയില്ല. നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെളിപ്പെടുത്തുക. നിനക്കറിയില്ലേ, നാം നമ്മുടെ ജീവനേക്കാൾ വിലമതിക്കുന്നത് നിന്നെയാണെന്ന സത്യം. ഉദയസൂര്യൻ പ്രഭാത തുഷാരങ്ങളെയെന്ന പോലെ നിന്റെ താപം അതെന്ത് തന്നെയാണെങ്കിലും നാം തീർത്തു തരുന്നതാണ്. മാരചാപങ്ങൾ ദശരഥ ഹൃദയത്തെ തുളച്ചു തുടങ്ങിയിരുന്നു. കാമവിവശനായ ദശരഥന്റെ വാക്കുകൾ ശ്രവിച്ച കൈകേയിക്ക് ഉറപ്പായി അവൾ ആഗ്രഹിക്കുന്നതെന്തും നേടുവാനുള്ള സമയമായി എന്ന്. അല്പനേരത്തെ മൗനത്തിനു ശേഷം അവൾ പറഞ്ഞു, ആരും എന്നെ അപമാനിച്ചിട്ടില്ല, അവഹേളിച്ചിട്ടില്ല. എന്റെ മനസ്സിലുള്ളതെന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താം. പക്ഷേ ആദ്യം താങ്കൾ എനിക്ക് സത്യം ചെയ്തു തരണം. എന്റെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും സാധിച്ചു തരാമെന്ന്. ദശരഥൻ കൈകേയിയുടെ ശിരസ് മടിയിൽ വെച്ച് അഴിഞ്ഞുലഞ്ഞ ചിഗുരം തലോടിയൊതുക്കി മറുപടി പറഞ്ഞു. പ്രേമസർവസ്വമേ, രാമനെ ഒഴികെയുള്ള മറ്റാരെയും നാം ഇത്രയധികം സ്നേഹിക്കുന്നില്ലെന്ന് നിനക്കറിയാം. നാം പ്രതിജ്ഞ ചെയ്യുന്നു, നിന്റെ ആജ്ഞ എന്തു തന്നെയാണെങ്കിലും നാം അത് നിറവേറ്റും. നമ്മോടത് പറയാൻ ചഞ്ചലപ്പെടേണ്ട. നാം അത് സാധിച്ചു തരുമെന്ന് നിനക്ക് ഉറപ്പിക്കാം. നീ എന്താവശ്യപ്പെട്ടാലും നാം അത് നൽകിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ. എന്താണ് നിന്റെ മനസ്സിനെ മഥിക്കുന്നതെന്ന് പറയൂ. ദശരഥന്റെ 3 വട്ടം ആവർത്തിച്ചിട്ടുള്ള ഈ ഉറപ്പിന്മേൽ കൈകേയി ആനന്ദഭരിതയായി. ഭർത്താവ് തന്റെ വിരൽത്തുമ്പിലെ പാവയായി കഴിഞ്ഞു എന്നവൾക്ക് തീർത്തും വിശ്വാസമായി. സ്വന്തം പുത്രനോടുള്ള പക്ഷപാതപരമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത അത്യാഗ്രഹത്തോടെ സുന്ദരിയും യുവതിയുമായ കൈകേയി മരണത്തിന് സമം അത്യുഗ്രമായ ഭീകരമായ ഒരു പ്രഖ്യാപനം നടത്തി. 12 ആദിത്യദേവന്മാരും 11 രുദ്രന്മാരും 8 വസുക്കളും 2 അശ്വനീദേവന്മാരും സാക്ഷി. സൂര്യചന്ദ്രന്മാരും രാപ്പകലുകളും 4 ദിക്കുകളും ഗന്ധർവന്മാർ, രാക്ഷസന്മാർ, പിതൃക്കൾ, ഭൂതങ്ങൾ, പ്രേതങ്ങൾ തുടങ്ങിയ എല്ലാ ജീവജാലങ്ങളും സാക്ഷി. എന്റെ കീർത്തിമാനായ ഭർത്താവും സത്യധർമ്മ പാലകനുമായ ദശരഥൻ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാമെന്ന്
ശപഥം ചെയ്തിരിക്കുന്നു. പ്രാണനാഥ, അങ്ങ് ഓർക്കുന്നുണ്ടോ, പണ്ടൊരിക്കൽ രണാങ്കണത്തിൽ താങ്കൾ മാരകമായി മുറിവേറ്റു വീണതും മൃതശരീരമായി കരുതി ഉപേക്ഷിക്കപ്പെട്ടതും? അന്ന് ഞാൻ താങ്കളെ ശുശ്രൂഷിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നതിന് അങ്ങ് എനിക്ക് 2 വരങ്ങൾ നൽകി. ശ്രേഷ്ഠനായ മഹാരാജൻ, ഇന്ന് അങ്ങ് എനിക്ക് ആ വരങ്ങൾ വിസമ്മതമൊന്നും കൂടാതെ സാധിച്ചു തരേണം. മറിച്ചാണെങ്കിൽ കഠിനമായ മനോവ്യഥയാൽ ഞാൻ ഇവിടെ തന്നെ മരിച്ചു വീഴും. താങ്കൾ രാമനു വേണ്ടി ഒരുക്കിയ അതേ മേടയിൽ എന്റെ പുത്രൻ ഭരതനെ യുവരാജാവായി വാഴിക്കുക. ഇതാണ് എന്റെ ആദ്യത്തെ വരം. 2ാമത്തെ വരം, ഇന്നേ ദിവസം തന്നെ രാമൻ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെടുകയും 14 സംവത്സരം മരവുരിയും മാന്തോലുമണിഞ്ഞ് അവിടെ തന്നെ വസിക്കുകയും വേണം. കൈകേയിയുടെ അവകാശവാദങ്ങൾ കേട്ടപാടെ ദശരഥൻ അക്ഷരാർത്ഥത്തിൽ മരവിച്ചു നിന്നുപോയി. ആശ്ചര്യാധീനനായ അദ്ദേഹം സ്വയം ചോദിച്ചു, നമുക്കെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പോയ ജന്മത്തിലെ എന്തെങ്കിലും രംഗങ്ങൾ വീണ്ടും തെളിവാർന്നു കാണുകയാണോ? അതോ നാം കലശലായ മതിഭ്രമത്തിനടിപ്പെട്ടുവോ? വികാര വിക്ഷോഭം താങ്ങാനാവാതെ ദശരഥൻ അസ്തപ്രജ്ഞനായി നിലംപതിച്ചു. അല്പസമയത്തിനകം ബോധം തെളിഞ്ഞുവെങ്കിലും പരസ്പര ബോധം വന്നപ്പോൾ വർദ്ധിച്ച വ്യതയാൽ വീണ്ടും മോഹാലസ്യപ്പെട്ടു വീണു. സുദീർഘമായ മയക്കത്തിൽ നിന്നുണർന്ന ദശരഥൻ ധൈര്യം സംഭരിച്ച് കോപാഗ്നി ആളിക്കത്തുന്ന ഹൃദയത്തോടെ കൈകേയിയെ ഭർത്സിച്ചു. ഹേ നീചയായ സ്ത്രീ, ഈ ക്രൂരത അനുഭവിക്കാൻ വേണ്ടി നാം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? രാമൻ എന്താണ് ചെയ്തത്? അവനെ നീ എന്തിനാണ് ശിക്ഷിക്കുന്നത്? സർവരാലും ജീവന തുല്യം സ്നേഹിക്കപ്പെടുന്ന രാമനില്ലാതെ നമുക്ക് ജീവിതമില്ല. നമ്മുടെ 2 ഭാര്യമാരെ പോലും ഉപേക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ രാമനെ ത്യജിക്കുക എന്നത് നമുക്കൊരിക്കലും സാധ്യമല്ല. കോപപ്രകടനം കഴിഞ്ഞതും ദശരഥന്റെ ഭാവം മാറി. കൈകേയിയുടെ കാൽക്കൽ ശിരസർപ്പിച്ച് കേണു പറഞ്ഞു, സുന്ദരിയായ റാണി, നിന്റെ ഈ ഭീകര നിശ്ചയം കൈവെടിയുക. രാമൻ എല്ലാ നന്മകളുടെയും പ്രതീകമാണ്. ദയാലു, ക്ഷമാശീലൻ, സത്യസന്ധൻ, ശാന്തൻ, കർമ്മനിരതൻ, സർവോപരി ലോകത്തിനാകമാനം നന്മ വരുത്തുവാൻ പ്രയത്നിക്കുന്നവൻ. നിന്റെ മകനായ ഭരതന് തുല്യമോ ഒരുപക്ഷെ അതിലേറെയോ സ്നേഹപൂർവം രാമൻ നിന്നെ എല്ലായ്പ്പോഴും പരിചരിച്ചിട്ടുണ്ട്. നീ ശാഠ്യം പിടിക്കുന്ന പക്ഷം ഭരതനെ നാം കിരീടാവകാശിയാക്കാം. പക്ഷേ രാമനെ വനവാസത്തിലയക്കുക എന്നത് നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. രാമനെ ദ്രോഹിക്കണം എന്ന് ചിന്തിക്കുവാൻ പോലും നിനക്ക് എങ്ങനെ കഴിഞ്ഞു കൈകേയി? നിന്നോട് ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കഠിനപദം പോലും ഉരിയാടാത്ത രാമനോട് നീ എന്തിനിങ്ങനെ ക്രൂരത കാണിക്കുന്നു? നമ്മുടെ പ്രേമ സർവസ്വമേ, നമ്മോടൽപ്പം കരുണ കാണിക്കുക. വേറെ എന്തു വരം വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളൂ. ഈ ഭൂമിയൊട്ടാകെ ദാനമായി നൽകുവാൻ നാം ഒരുക്കമാണ്. പക്ഷേ രാമനെ നാടുകടത്തുക മാത്രം നമ്മെ കൊണ്ട് സാധ്യമല്ല. അത് സംഭവിച്ചാൽ നമ്മുടെ മരണം സുനിശ്ചിതം. ദയവ് ചെയ്ത് ഏറ്റവും ക്രൂരവും നിഷ്കൃഷ്ടവുമായ ഈ കർമ്മത്തിൽ നിന്ന് നമ്മെ വിമുക്തനാക്കുക. ഈ വാക്കുകൾ ഉരിയാടുന്ന നേരമൊട്ടാകെ ദശരഥൻ മനോവ്യഥയാൽ പിടയുകയും ദീനദീനം വിലപിക്കുകയുമായിരുന്നു. പക്ഷേ കൈകേയി തികച്ചും നിർവികാരയായി നിന്നു. നിശ്ചയദാർഢ്യത്തോടെ അവൾ വീണ്ടും വാദിച്ചു തുടങ്ങി. ധർമ്മത്തെക്കുറിച്ച് എന്നോട് പ്രസംഗിക്കുവാൻ അങ്ങേക്ക് എന്ത് അവകാശം? എനിക്ക് സത്യം ചെയ്തു തന്ന വരങ്ങൾ പാലിക്കാത്തവനല്ലേ അങ്ങ്? കേവലം ഒരു പ്രാവിന് കൊടുത്ത വാക്ക് പാലിക്കുവാനായി സ്വന്തം മാംസമരിഞ്ഞ് പരുന്തിന് ഭക്ഷിക്കുവാൻ നൽകിയ ശിബി മഹാരാജാവിന്റെ കഥ ഓർക്കുക. താങ്കളുടെ വംശത്തിലെ ശ്രേഷ്ഠരായ രാജാക്കന്മാർക്കൊക്കെയും കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ അങ്ങ് സത്യലംഘനം ചെയ്യരുത്. സാഹചര്യം എന്ത് തന്നെയായാലും എനിക്ക് തന്ന വരങ്ങൾ അങ്ങ് സാധിച്ചു തരിക തന്നെ വേണം. ഓരോ വാക്കുകളോടൊപ്പം കൈകേയിയുടെ വാശിയും വർദ്ധിച്ചു വന്നു. അത്യാഗ്രഹത്തിനടിമയായതോടെ അന്തസ്സും അഭിമാനവുമെല്ലാം അവൾ മറന്നുപോയി. രാമനെ സിംഹാസനത്തിൽ ഇരുത്തിയ ശേഷം മെല്ലെ എന്നെയും ഭരതനെയും ഒഴിവാക്കിയിട്ട് കൗസല്യയുമായി ഒരു തടസ്സവും കൂടാതെ സ്വൈരജീവിതം നയിക്കാം. അതല്ലേ താങ്കളുടെ ഗൂഢലക്ഷ്യം?
എന്നാൽ അങ്ങിപ്പോൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളൂ. എന്റെ വരങ്ങൾ നിരാകരിക്കുന്ന പക്ഷം ഞാൻ ഇന്ന് തന്നെ വിഷം കുടിച്ച് എന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. തന്നെ ഇമവെട്ടാതെ നോക്കി ദീനരോദനം മുഴക്കിയ ദശരഥനെ തീർത്തും അവഗണിച്ച് കൈകേയി മൗനം പാലിച്ചു. അവസാനം രാമ രാമ എന്ന് മന്ത്രിച്ചുകൊണ്ട് ദശരഥൻ അസ്തപ്രജ്ഞനായി നിലത്തു വീണു. ആ മയക്കത്തിൽ നിന്നുണർന്ന ദശരഥൻ അല്പം മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് സംസാരിച്ചു തുടങ്ങി. തെറ്റായ വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവളെ, ആരാണ് നിനക്ക് ഇത്തരം ആത്മാഭിമാനം തൊട്ടുതീണ്ടാത്ത ദുഷ്ടത്തരങ്ങൾ പഠിപ്പിച്ചത്? രാമനില്ലാത്ത സാമ്രാജ്യം ഭരതൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല എന്നറിയാനുള്ള സാമാന്യ ബോധം പോലും നിനക്കില്ലാതായോ? ഇത്രയും ഹീനമായ ഒരു കർമ്മം നീ നമ്മെക്കൊണ്ട് ചെയ്യിച്ചാൽ നാട്ടുകാർ നമ്മെക്കുറിച്ച് എന്താണ് കരുതുക? ഓരോ പ്രജയും നമ്മെ പരിഹസിക്കും. അതാ പോകുന്നു ഭാര്യയോടുള്ള കാമാസക്തി കാരണം സ്വന്തം സീമന്തപുത്രനെ വനവാസത്തിനയച്ച രാജാവ്. ഇത്തരം സാഹചര്യങ്ങൾക്കിടയിൽ സന്തോഷ ജീവിതം നയിക്കാനാകുമെന്ന് യഥാർത്ഥത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ കൈകേയി? അല്പനേരത്തേക്ക് ദശരഥൻ ഗാഢചിന്തകളിൽ മുഴുകി. കൊട്ടാരത്തിനുള്ളിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചു വളർന്ന രാമൻ കാട്ടിനുള്ളിലെ പരിക്കൻ ജീവിതവുമായി എങ്ങനെ പൊരുത്തപ്പെടും? അനുനിമിഷം വർദ്ധിച്ചു വന്ന വേദനയും അമർഷവും ദശരഥ ഹൃദയത്തെ വല്ലാതെ മഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു, അല്ലയോ ധർമ്മിഷ്ഠയായ റാണി, എല്ലാ ബന്ധുക്കളെയും തുരത്തിയോടിച്ച ശേഷം നടത്താനിരിക്കുന്ന ഭരണത്തിന് നമ്മുടെ വിജയാശംസകൾ. പക്ഷേ നിന്റെ ദുഷിച്ച പദ്ധതിയിൽ ഏതെങ്കിലും ഒരു ഭാഗം നാം കളിക്കുമെന്ന് മാത്രം നീ പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ സമ്മതത്തോടെ നിന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും സഫലമാകില്ല, ഒരിക്കലും. തുടർന്നുണ്ടായ നിശബ്ദതയിൽ ദശരഥന്റെ ഹൃദയത്തിൽ കടുത്ത നിരാശാബോധം ഉയർന്നു പൊങ്ങി. നിസ്സഹായനായ അദ്ദേഹം അങ്ങേയറ്റം വിധേയത്വത്തോടെ കൈകേയിയുടെ പാദങ്ങളിൽ പിടിച്ചു. കഠിന ദുഃഖത്തിൽ വിലപിച്ചുകൊണ്ട് അദ്ദേഹം ഭാര്യയോട് വീണ്ടും യാചിച്ചു, റാണി, ദുഷ്ടബുദ്ധി കൈവെടിയുക, ദയവ് ചെയ്ത്. അദ്ദേഹം വീണ്ടും മോഹാലസ്യത്തിനടിമയായി. എന്നിട്ടും കൈകേയി കൂർത്തമൊനയുള്ള വാക്കുകളാൽ അദ്ദേഹത്തെ ഇടവിടാതെ ശിക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു നാഴികയോളം ദശരഥൻ ഈ അവസ്ഥയിൽ മയങ്ങിക്കിടന്നു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ ദശരഥൻ പരിതപിച്ചു. ശപിക്കപ്പെട്ട ജന്മങ്ങളാണ് സ്ത്രീകൾ. പ്രകൃത്യാൽ തന്നെ മാനസിക വൈകല്യമുള്ളവരും ക്രൂരരും സ്വാർത്ഥമതികളുമാണവർ. ഒരുപക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയാവില്ല. പക്ഷേ ഭരതന്റെ മാതാവായ നീ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിന്റെ ആഗ്രഹങ്ങൾ ദുഷ്ടതയും ദ്രോഹബുദ്ധിയും നിറഞ്ഞവയാണ്. ആയതിനാൽ നാം അവയെ അംഗീകരിക്കുന്ന പ്രശ്നമേയില്ല. നിലവിളിക്കുകയോ അലറി വിളിക്കുകയോ വിഷം കുടിക്കുകയോ എന്തു വേണമെങ്കിലും ആയിക്കൊള്ളൂ. എന്ത് സംഭവിച്ചാലും നാം രാമനെ വനവാസത്തിനയക്കുകയില്ല. സൂര്യൻ അസ്തമിച്ചു. ആ രാവ് മുഴുവനും ദശരഥൻ മനോവ്യതയാൽ കണ്ണീരൊഴുക്കി കിടന്നു. അടിക്കടി കൈകൾ കൂപ്പി വിനീതനായി അപേക്ഷിച്ചുകൊണ്ടിരുന്നു. സുന്ദരി, നമ്മോട് കരുണ കാണിക്കൂ, അല്പം സഹതാപം നമ്മോട് കാണിക്കൂ. നാം വൃദ്ധനാണ്, മരണം അരികിലെത്തിയിരിക്കുന്നു. അല്പം കാരുണ്യം രാമനോടും ഗുരുക്കന്മാരോടും പ്രജകളോടും പ്രത്യേകിച്ച് ഭരതനോടും കാണിക്കൂ. സുനയനെ, നമ്മോടൽപ്പം കനിവ് കാണിക്കൂ. കരഞ്ഞു കലങ്ങിയ ചുവന്ന മിഴികളോടും വിറയാർന്ന സ്വരത്തോടും ദശരഥൻ നടത്തിയ പ്രാർത്ഥനകളൊന്നും കൈകേയി ചെവിക്കൊണ്ടില്ല. എതിർദിശയിലേക്ക് മുഖം തിരിച്ചു പിടിച്ച് മൗനമായി നിൽക്കുകയാണ് അവൾ ചെയ്തത്. മാറി മാറി അവളെ ഭീഷണിപ്പെടുത്തിയും വാദിച്ചും യാചിച്ചും ഓമനിച്ചും വശപ്പെടുത്തുവാൻ ദശരഥൻ നടത്തിയ ഓരോ ശ്രമവും പരാജയപ്പെട്ടു. ഈ നേരമത്രയും ദശരഥന്റെ പ്രാർത്ഥന സൂര്യൻ ഉദിക്കരുതേ എന്നായിരുന്നു. ഉദിച്ചാൽ രാമനെ നാടുകടത്തുക എന്ന അഗ്നിപരീക്ഷ നേടുവാനുള്ള മനക്കരുത്ത് അദ്ദേഹത്തിന് തെല്ലുമുണ്ടായിരുന്നില്ല. കൈകേയിയുടെ തീരുമാനം സുദൃഢമാണെന്ന് പൂർണ്ണബോധ്യം വന്ന നിമിഷം ദശരഥൻ വീണ്ടും ബോധരഹിതനായി വീണു. അടുത്ത പ്രഭാതത്തിൽ സ്തുതിപാഠകർ വന്ന് പള്ളിയുണർത്തുവാൻ പാടിത്തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഉണർന്നത്. കടുത്ത വെറുപ്പോടെ അദ്ദേഹം ഗായകരെയും വാദ്യഘോഷക്കാരെയും ദൂരെ അയച്ചു. ഭർത്താവ് ഉണർന്നു എന്ന് കണ്ടതും
കൈകേയി വീണ്ടും ആരംഭിച്ചു. ആര്യപുത്ര, എന്താണിത്? പണ്ട് അങ്ങ് എനിക്ക് നൽകിയ വരങ്ങൾ ഇപ്പോൾ നിറവേറ്റിത്തരുന്നത് അത്ര വലിയ പാതകമാണോ? ധർമ്മജ്ഞർ പറയുന്നു, സത്യമാണ് ഏറ്റവും മഹത്തായ ഗുണമെന്ന്. ശരിക്കും പറഞ്ഞാൽ സത്യമാണ് ധർമ്മത്തിന്റെ വേര്, സത്യമാണ് ധർമ്മത്തിന്റെ പരമോന്നത ലക്ഷ്യവും. അതിനാൽ അല്ലയോ രാജാവേ, സത്യത്തിനൊപ്പം നിന്ന് ധർമ്മഫലം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വരങ്ങൾ സഫലമാക്കി തരിക. കോപിഷ്ഠനായ ദശരഥൻ ഉത്തരം നൽകി, നീചയായ ഹേ സ്ത്രീ, നാം ഈ നിമിഷം നിന്നെ പരിത്യജിക്കുന്നു. നീ ഇനിമേൽ നമ്മുടെ ധർമ്മധാരങ്ങളല്ല. കൈകേയി ഒട്ടും കൂസാതെ പ്രത്യുത്തരം നൽകി, ആര്യപുത്ര, അങ്ങ് എന്തിനാണ് ഇത്രയും അസ്വസ്ഥനാകുന്നത്? സൗമ്യചിത്തനായി രാമനെ ഇവിടേക്ക് വരുത്തുക. എന്നിട്ട് ഭരതനെയാണ് സിംഹാസനാരോഹണം ചെയ്യിക്കുന്നത് എന്നറിയിച്ച് താങ്കളുടെ കടമ നിർവഹിക്കുക. ഒരു കുതിരയെ തുടരെ തുടരെ ചാട്ടവാറാൽ അടിക്കുന്നത് പോലെ കൈകേയി ആവർത്തിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം രാജാവിന് രാമനെ വിളിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വന്നു. അതേ മുഹൂർത്തത്തിൽ സ്ഥാനാരോഹണ ചടങ്ങിനായി സംഭരിച്ച സാധന സാമഗ്രികളും കൊണ്ട് വസിഷ്ഠമുനിയും ശിഷ്യഗണങ്ങളും അയോധ്യാപുരിയിലേക്ക് പ്രവേശിച്ചു. ദശരഥന്റെ കൊട്ടാര കവാടത്തിലെത്തിയ വസിഷ്ഠമുനി അവിടെ വെച്ച് സുമന്ത്രനെ കണ്ടുമുട്ടിയപ്പോൾ അറിയിച്ചു, ദയാപൂർവം എന്റെ ആഗമനത്തെക്കുറിച്ച് രാജാവിനെ ധരിപ്പിക്കുക. മാത്രമല്ല, സർവരും കിരീടധാരണ ചടങ്ങ് ആരംഭിച്ചു കാണുവാൻ ഉത്സാഹപൂർവം കാത്തിരിക്കുകയാണെന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നുവെന്നും പറയുക. സുമന്ത്രൻ രാജാവിന്റെ ശയനമുറിയുടെ വാതിൽക്കൽ നിന്ന് സമ്പ്രദായപ്രകാരം സ്തുതി പാടുവാൻ തുടങ്ങി. അനന്തരം വസിഷ്ഠമുനിയുടെ സന്ദേശമറിയിക്കുകയും തിരുമനസ്സുകൊണ്ട് കുലഗുരുവിനെ സ്വീകരിക്കുവാൻ എഴുന്നള്ളണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ സുമന്ത്രന്റെ വാക്കുകൾ ദശരഥ ഹൃദയത്തിലെ ദുഃഖാഗ്നി ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. മൂർച്ചയുള്ള സ്വരത്തിൽ അദ്ദേഹം ആജ്ഞാപിച്ചു, കടന്നുപോകൂ, നിന്റെ സ്തുതിഗീതങ്ങൾ ഇവിടെ സ്വാഗതാർഹമല്ല. രാജാവിനെ ഇത്രയേറെ രോഷാകുലനായി കണ്ടപ്പോൾ സുമന്ത്രൻ 2 അടി പിന്നിലേക്ക് വെച്ചു. അപ്പോൾ സൂത്രശാലിനിയായ കൈകേയി സുമന്ത്രനോട് പറഞ്ഞു, രാമന്റെ സിംഹാസനാരോഹണത്തെക്കുറിച്ചുള്ള വികാരാവേശത്താൽ മഹാരാജൻ ഇന്നലെ രാത്രി ഉറങ്ങിയതേയില്ല. തളർന്ന് പരിക്ഷീണനായ അദ്ദേഹം ഇപ്പോൾ അല്പം വിശ്രമിച്ചു തുടങ്ങിയതേയുള്ളൂ. അതുകൊണ്ടാണ് ചുണ്ടി പിടിച്ചത്. താങ്കൾ പോയി രാമനെ കൂട്ടിക്കൊണ്ടുവരിക. രാമൻ വന്നാൽ അദ്ദേഹം എഴുന്നേൽക്കും. ചടങ്ങുകൾ ഉടൻ തന്നെ ആരംഭിക്കുകയുമാവാം. സുമന്ത്രൻ പറഞ്ഞു, രാജാവിന്റെ സ്വരത്തിൽ കേൾക്കുന്ന ആജ്ഞകൾ മാത്രമേ ഞാൻ അനുസരിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ രാജാവ് ഉറക്കെ വിളിച്ചു ചൊല്ലി, നാം നിദ്രയിലല്ല, രാമനെ നാം വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആജ്ഞ ഇതേവരെ നടപ്പിലാക്കിയില്ലെന്നുണ്ടോ? ഉടൻ തന്നെ രാമനെ കൂട്ടിക്കൊണ്ടുവരിക. കിരീടധാരണ ചടങ്ങ് എത്രയും പെട്ടെന്ന് നടന്നു കാണുവാനുള്ള ആഗ്രഹത്താലാണ് ദശരഥൻ രാമനെ വിളിച്ചു വരുത്തുന്നതെന്ന് വിശ്വസിച്ച് സുമന്ത്രൻ വേഗം പുറപ്പെട്ടു. പക്ഷേ ബ്രാഹ്മണർ അപ്പോൾ തന്നെ അക്ഷമരായി കഴിഞ്ഞിരുന്നു. ഹോമകുണ്ഡം ഒരുക്കിക്കഴിഞ്ഞിട്ടും ചടങ്ങുകളൊന്നും ആരംഭിക്കുന്നില്ല. സമയം കടന്നുപോകവേ ദശരഥന്റെ അഭാവം കൂടുതൽ ശ്രദ്ധേയമായിത്തീർന്നു. സുമന്ത്രൻ രാമന്റെ കൊട്ടാരവാതിൽക്കലെത്തി. ഭടന്മാർ അദ്ദേഹത്തെ സീതാരാമ സവിധത്തിലെത്തിച്ചു. താതന്റെ കൽപ്പന പുത്രനെ അറിയിച്ചു സുമന്ത്രൻ. രാമൻ ഇത് കേട്ട് സീതയോട് പറഞ്ഞു, എന്റെ അച്ഛനും കൈകേയി മാതാവും ചടങ്ങുകൾ വേഗം ആരംഭിക്കാനാവും എന്നെ വിളിപ്പിക്കുന്നത്. കൊട്ടാര കവാടത്തിൽ കൂപ്പുകൈകളുമായി നിന്ന ലക്ഷ്മണനെയും രഥത്തിൽ കയറ്റി രാമൻ അയോധ്യയിലെ ജനസാന്ദ്രമായ വീഥികളിലൂടെ യാത്രയായി. രാമനെ ഒരു നോക്ക് കാണുന്ന ആർക്കും പിന്നെ കണ്ണുകൾ അദ്ദേഹത്തിൽ നിന്ന് പറിച്ചെടുക്കാനാവാത്ത വിധമൊരു വിശേഷ ഗുണം രാമനിലുണ്ടായിരുന്നു. അച്ഛന്റെ കൊട്ടാര ഉള്ളിലെത്തിയതും രഥത്തിൽ നിന്നിറങ്ങിയ രാമൻ തന്റെ ആരാധകരെ പിരിച്ചുവിട്ടു. രാമന്റെ രഥത്തെ പിന്തുടർന്നു വന്നവരായിരുന്നു അവർ. അച്ഛന്റെ മുറിയിൽ രാമൻ ഒറ്റയ്ക്കാണ് കയറിയത്. അവിടെ രാമൻ കണ്ടത് മഞ്ചത്തിൽ കൈകേയിയോടൊപ്പമിരിക്കുന്ന അച്ഛനെയാണ്. പക്ഷേ അച്ഛന്റെ മുഖത്തെങ്ങും നിറഞ്ഞു കണ്ടത് ഹതാശയുടെയും അത്യുത്കണ്ഠകളുടെയും ചിഹ്നങ്ങളായിരുന്നു.
ദശരഥന്റെയും കൈകേയിയുടെയും മുന്നിൽ നമസ്കരിച്ചപ്പോൾ ദശരഥന് നിറഞ്ഞ കണ്ണുകളോടെ രാമ രാമ എന്ന് മന്ത്രിക്കുവാനേ കഴിഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ രാമന്റെ മുഖത്തു നോക്കുന്നതിനുള്ള ധൈര്യം അദ്ദേഹത്തിന് പാടെ നഷ്ടപ്പെട്ടിരുന്നു. ദശരഥനെ ഇത്തരമൊരു അവസ്ഥയിൽ കണ്ട രാമൻ വിഷണ്ണനായി ആശ്ചര്യത്തോടെ ചിന്തിച്ചു. എന്റെ അച്ഛൻ ഇത്രയും വിഷാദമഗ്നനായി ഇരിക്കുന്നത് എന്തുകൊണ്ട്? ഏതോ നികൃഷ്ടകർമ്മം ചെയ്ത സന്യാസി വര്യന്മാരെ പോലെ എത്ര അസ്വസ്ഥനായിരുന്നാലും ഇന്നുവരെ എന്നെ കണ്ടാലുടൻ പ്രസന്നവദനാകുമായിരുന്നു. ഇന്നെന്തേ എന്റെ മുന്നിലും അച്ഛൻ ഇങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നു? രാമൻ കൈകേയിയോട് ആരാഞ്ഞു. എന്റെ അച്ഛന്റെ മനപ്രയാസത്തിന് എന്താണ് കാരണം? ഞാൻ അറിയാതെ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ വ്രണപ്പെടുത്തിയോ? പാപപ്രവൃത്തികളിൽ ആഴ്ന്നിറങ്ങിയ കൈകേയിക്ക് ക്രൂരമായി പ്രതികരിക്കാൻ ഒട്ടും പ്രയാസമുണ്ടായില്ല. അവൾ ധാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞു. രാജാവിന് കോപമോ താപമോ അപമാനമോ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് നിന്നോടെന്തോ വെളിപ്പെടുത്തുവാനുണ്ട്. പക്ഷേ നീ വ്രണിത ഹൃദയനായാലോ എന്ന ഭയത്താൽ ചഞ്ചല ചിത്തനായിട്ടിരിക്കുകയാണ്. പണ്ട് നിന്റെ അച്ഛൻ എനിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ജീവൻ യുദ്ധഭൂമിയിലെ ഘോര വിപത്തിൽ നിന്ന് രക്ഷിച്ചതിന്റെ സമ്മാനമായിരുന്നു അവ. പക്ഷേ ഇന്ന് പുരുഷന്മാർക്ക് യോജിച്ചതല്ലാത്ത ദൗർബല്യത്തിനടിമയായി സ്വന്തം വാക്ക് പാലിക്കുവാൻ മനസ്സില്ലാതെ വലയുകയാണ് അദ്ദേഹം. രാമ, നീ നിന്റെ അച്ഛന്റെ സൽപ്പേര് കാത്തു രക്ഷിക്കണം. അസത്യത്തിലേക്ക് വഴുതി വീണ് സ്വയം നശിപ്പിക്കരുതെന്ന് ബോധ്യപ്പെടുത്തണം. നീ നിന്റെ അച്ഛന്റെ പ്രതിജ്ഞകൾ നിറവേറ്റിത്തരുമെന്ന വാക്കു നൽകുന്ന പക്ഷം എന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ വെളിപ്പെടുത്താം. മുറിവേറ്റ ഹൃദയവുമായി രാമൻ പ്രതികരിച്ചു. പ്രിയ മാതാവേ, ഭവതിയുടെ മനസ്സിൽ ഇത്തരമൊരു സംശയമുണ്ടായി എന്നത് തന്നെ എന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നു. എന്റെ അച്ഛന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ അഗ്നിപ്രവേശം ചെയ്യേണ്ടി വന്നാൽ പോലും ഞാൻ പിന്മാറുകയില്ല. എന്റെ അച്ഛന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ദയവ് ചെയ്ത് തുറന്നു പറയുക. എന്തു തന്നെയായാലും ഞാനത് നിറവേറ്റുമെന്ന് ഉറപ്പിച്ചുകൊള്ളൂ. ഇതെന്റെ സത്യപ്രതിജ്ഞയാണ്. രാമന്റെ ഉറപ്പ് നേടിയതും ദുഷ്ടയായ കൈകേയി വിസ്തരിച്ചു പറഞ്ഞു. വളരെ കാലങ്ങൾക്കു മുമ്പ് സാമ്പരൻ എന്ന ഭൂതവുമായി പൊരുതുമ്പോൾ നിന്റെ അച്ഛന് മാരകമായി മുറിവേറ്റു. ഞാനാണ് അദ്ദേഹത്തെ അതീവ ശ്രദ്ധയോടെ ശുശ്രൂഷിച്ച് പുനർജന്മം നൽകിയത്. തീവ്രമായ കൃതജ്ഞതാബോധത്താൽ അദ്ദേഹം 2 വരങ്ങൾ എനിക്ക് നൽകി. ഉടൻ തന്നെ അവ പ്രയോജനപ്പെടുത്തണമെന്നും യാചിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഭാവിയിൽ എപ്പോഴെങ്കിലും ആവശ്യമായി വരുന്ന പക്ഷം അന്ന് ഞാൻ അവ ചോദിച്ച് വാങ്ങിക്കൊള്ളാമെന്ന്. ഇന്ന് ഞാൻ ആ വരങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതാണ് എന്റെ ആഗ്രഹങ്ങൾ. ആദ്യമായി ഭരതനെ കോസല രാജ്യത്തിന്റെ യുവരാജാവായി വാഴിക്കണം. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നാൽ നിന്നെ 14 വർഷത്തേക്ക് നാടുകടത്തണം. വനത്തിൽ നീ ഒരു സന്യാസിയെപ്പോലെ ജഡധാരിയായി മരപുരിയും മാൻതോലുമണിഞ്ഞ് ജീവിക്കണം. രാമ, നിന്റെ അച്ഛൻ സത്യലംഘനം നടത്തി അധർമ്മത്തിന്റെ പാതയിലേക്ക് തിരിയാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. കൈകേയി ദുഷ്ടബുദ്ധിയോടെ ഉച്ചരിച്ച വാക്കുകളാണെങ്കിലും അവ രാമനെ തെല്ലുമലട്ടുകയോ വേദനിപ്പിക്കുകയോ ചെയ്തില്ല. യാതൊരു നീരസവും കൂടാതെ പ്രസന്നവദനായി രാമൻ പറഞ്ഞു. പ്രിയ മാതാവേ, നിങ്ങളുടെ ഇച്ഛാപ്രകാരം ഞാൻ ഉടൻ തന്നെ വനത്തിലേക്ക് യാത്രയാകുന്നു. എത്രയും പെട്ടെന്ന് കേകയ രാജ്യത്ത് നിന്ന് ഭരതനെ വരുത്തുവാൻ ദൂതന്മാരെ അയക്കുക. എനിക്ക് യാതൊരുവിധ മനക്ലേശവുമില്ല. എന്റെ അച്ഛൻ എക്കാലത്തും എന്നെ സ്നേഹിക്കണം എന്നു മാത്രമേ ആഗ്രഹമുള്ളൂ. എന്നെക്കുറിച്ച് ദുശ്ചിന്തകളൊന്നും വെച്ചു പുലർത്തരുതേ അമ്മേ. ഈ വാക്കുകൾ കേട്ടതും സസന്തോഷം കൈകേയി പറഞ്ഞു. അവസാനം പ്രശ്നം ഒതുങ്ങി. ദൂതന്മാരെ എന്റെ സഹോദര ഗൃഹത്തിലേക്ക് അയച്ച് ഭരതനെ എത്രയും പെട്ടെന്ന് വരുത്തുക. പക്ഷേ രാമ, നീ എത്രയും വേഗത്തിൽ വനവാസത്തിന് പുറപ്പെടണം. അച്ഛനെ ഓർത്ത് നീ വിഷാദം കൊള്ളേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അദ്ദേഹം ഒരു മതിഭ്രമത്തിനടിമയാണ്. നീ അയോധ്യ വിടുന്നതോടെ അദ്ദേഹം സാധാരണ നിലയിലെത്തും. അപ്പോൾ രാമൻ തന്റെ വ്യസനമറിയിച്ചു. അമ്മേ,
അച്ഛൻ നേരിട്ടെന്നോട് നാടുവിടാൻ ആജ്ഞാപിക്കാത്തതിലാണ് എനിക്ക് ദുഃഖം. അമ്മയുടെ ആജ്ഞ അനുസരിക്കാൻ വിസമ്മതമുണ്ടായിട്ടല്ല, എങ്കിലും അച്ഛന്റെ മൗനം എന്നെ ദുഃഖിതനാക്കുന്നു. കൈകേയി പറഞ്ഞു, നീ അദ്ദേഹത്തിന്റെ വത്സലപുത്രനായതുകൊണ്ടാവാം അദ്ദേഹം വളരെയേറെ സംഘർഷം അനുഭവിക്കുന്നു. പക്ഷെ നീ അയോധ്യ വിട്ടു പോകുന്നതുവരെ അദ്ദേഹം കുളിക്കുകയോ പ്രാതൽ ഭക്ഷിക്കുകയോ ചെയ്യാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കേട്ടിട്ടും മഹാരാജാവിന് ഹോ, ഇതെന്തൊരു പ്രാണവേദനയാണ്, എത്ര ലജ്ജാവഹം എന്നിങ്ങനെ പുലമ്പുവാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല. കൈകേയിയുടെ ഭാഷണം കഴിഞ്ഞതും അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണതും ഒരേ സമയത്തായിരുന്നു. നിലത്തുനിന്ന് അച്ഛനെ എഴുന്നേൽപ്പിക്കുമ്പോൾ രാമൻ കൈകേയിയോട് ഇപ്രകാരം പറഞ്ഞു: വികാരത്തിനും അത്യാഗ്രഹത്തിനും അടിമയായി ഈ ലോകത്ത് ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. ഋഷിമാരെ പോലെ ധർമ്മത്തിന് സ്വയം സമർപ്പിച്ചവനാണ് ഞാൻ. ഒരു രാജ്യം ഭരിക്കുന്നതിനുള്ള അവകാശമായി നന്മയുടെ പാത വെടിയുന്നവനല്ല. അമ്മേ, എന്റെ അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. എന്നോട് അമ്മ നേരിട്ട് ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും മടിച്ചു നിൽക്കാതെ രാജ്യം വിട്ടു തന്നിട്ട് ഞാൻ വനവാസത്തിന് പോകുമായിരുന്നു. ഇത്രയും ഉരിയാടിയതിനു ശേഷം അച്ഛനമ്മമാരെ നമസ്കരിച്ചിട്ട് രാമൻ സ്വന്തം മാതാവിനെ ഈ വാർത്ത അറിയിക്കുവാൻ പുറപ്പെട്ടു. മുറിക്കു പുറത്തു നിന്നിരുന്ന ലക്ഷ്മണൻ അകത്ത് നടന്നതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. വളരെ ശ്രമപ്പെട്ട് കടിച്ചമർത്തിയ ക്രോധവുമായി ലക്ഷ്മണൻ ജ്യേഷ്ഠനെ പിന്തുടർന്നു. രാമന്റെ ആസന്നമായ വനവാസ വിധിയെക്കുറിച്ചറിഞ്ഞവർ ദുഃഖഭാരത്താൽ വിലപിക്കുന്നത് ചുറ്റുപാടും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ വിലാപസ്വരങ്ങൾ കേട്ട് ദശരഥൻ വർദ്ധിച്ച ലജ്ജാഭാരത്താൽ കിടക്കയിലെ കമ്പിളിക്കടിയിലേക്ക് സ്വയം മറിഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് ശ്രീരാമചന്ദ്രന്റെ ആരണ്യപ്രവേശം